അതിവിശുദ്ധൻ കെരൂബിന്മേൽ വസിക്കുന്നോനേ, താഴ്മയോടെ യാഗമായി തിരുമുൻപിൽ വണങ്ങിടുമ്പോ ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്കാം. നീ യോഗ്യൻ അതിവിശുദ്ധൻ കെരൂബിന്മേൽ വസിക്കുന്നോനേ, താഴ്മയോടെ യാഗമായി തിരുമുൻപിൽ വണങ്ങിടുമ്പോ ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്കാം. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹവേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ യിരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ യിരേ. മുഖമണിയാ തേടിടുമ്പോ മഹത്വം നീ പൊറുക്കേണമേ. ദേശമെങ്ങും സൗഖ്യം നേടി പ്രാണനാഥനെ ഉയർത്തിയിടുമേ. സ്വർഗ്ഗകനം ചേരുവോളം അങ്ങേ ചുമലിനായി വഹിക്കേണമേ. മുഖമടിയാ തേടിടുമ്പോ മഹത്വം നീ പൊറുക്കേണമേ. ദേശമെങ്ങും സൗഖ്യം നേടി പ്രാണനാഥനെ ഉയർത്തിയിടുമേ. സ്വർഗ്ഗകനം ചേരുവോളം അങ്ങേ ചുമലിലായി വഹിക്കേണമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹവേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ യിരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ യിരേ. പിൻവരവേ മഹത്വനാമേ കണ്ടിടുമ്പോൾ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും നിൻ സാന്നിധ്യത്തിൽ. ഭാഗ്യനാട്ടിൽ ശുദ്ധ കണ്ണി പ്രിയരെ ചുംബിക്കുന്നേ. പിൻവരവേ മഹത്വനാമേ മുഖം കണ്ടിടുമ്പോ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും നിൻ സാന്നിധ്യത്തിൽ. ഭാഗ്യനാട്ടിൽ
പരിശുദ്ധക്കാരേ പ്രിയനേ ചുംബിക്കുന്നേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോ, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. ഉള്ളിനായി ചെത്തി വെടിപ്പാക്കി ഫലം കാഴ്ച വളർന്നിടുമ്പോൾ കുരിശെടുത്തും നിന്നയേറ്റും നിൻ വഴി നടന്നിടട്ടെ. സ്വർഗ്ഗകനാ ചേരും വരെ കാവലായി നീ മാത്രമേ. ഉള്ളിനായി ചെത്തി വെടിപ്പാക്കി ഫലം കാഴ്ച വളർന്നിടുമ്പോ കുരിശെടുത്തും നിന്നയേറ്റും നിൻ വഴി നടന്നിടട്ടെ. സ്വർഗ്ഗകനാ ചേരും വരെ കാവലായി നീ മാത്രമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോ, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്വന്തമായ ഒരു സ്ഥിരത നേടിയിട്ടുണ്ടോ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ വിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിൽ നിന്നും വീണു പോകുവാനോ ഇളകിപ്പോകുവാനോ സാധ്യതയുള്ള ഒരു ആത്മീയ ഗോളത്തിൽ ഓരോ വിശ്വാസിയും സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങി ഇടറി വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന ശക്തവും വ്യക്തവുമായ ഒരു മുന്നറിയിപ്പ് അപ്പോസ്തല പ്രമുഖനായ പൗലോസ് ദൈവസഭാ സമൂഹത്തിന് നൽകുകയാണ് ഈ വാക്യത്തിൽ കൂടി. ഏതു വഞ്ചനയുടെ ആത്മാവ് നമുക്ക് മുൻപിൽ പ്രേരണയും പ്രലോഭനവും വശീകരണവും ഉയർത്തിയാലും, ഏത് പ്രതികൂലാവസ്ഥ നമുക്ക് മുൻപിൽ രൂപപ്പെട്ടാലും, ഏതു നിലയിലുള്ള വെല്ലുവിളികൾ നമുക്കെതിരെ പൊങ്ങിയാലും, ദൈവമക്കൾ ഇളകാതെ അടിസ്ഥാനമിട്ടവരും സ്ഥിരതയുള്ളവരുമായി നിലനിൽക്കണം എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യാശയിൽ നിന്ന് നാം ഇളകാത്തവരായിരിക്കണം. നമ്മുടെ വിശ്വാസം സുവിശേഷ സത്യത്താൽ വെളിപ്പെട്ടു വന്നതാണ്. നാം നമ്മുടെ സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളേണ്ടതും ആവശ്യമാണ്. നമുക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് പ്രിയരെ നാം അവഗണിച്ച് നീങ്ങരുത്. നാം ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ അപകടത്തിൽ ചെന്ന് വീഴും എന്നുള്ളത് തിരുവചനം വ്യക്തമായി ഓർപ്പിക്കുന്നു. നാം നമ്മുടെ സ്ഥിരത വിട്ടുമാറാതിരിക്കുക എന്നത് അപ്പോസ്തോലിക പഠിപ്പിക്കലാണ്. പത്രോസ് അപ്പോസ്തോലനും ഇതിന്റെ ആവശ്യകത ഊന്നി പറയുന്നുണ്ട്. 2 പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട്
അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയരെ, വീണ്ടും ജനനത്താൽ ദൈവത്തിന്റെ മക്കളായിത്തീർന്ന ഏതൊരു വിശ്വാസിയും സ്വന്തമായ ഒരു സ്ഥിരത കൈവരിച്ച് വിശ്വാസത്തിലും പ്രത്യാശയിലും നിലനിൽക്കുന്നവരാകണം. സ്ഥിരത എങ്ങനെ നേടാമെന്ന് നമുക്ക് അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചിട്ടാണ് നമുക്ക് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുന്നതിനാൽ, ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കുന്നതിനാൽ നമുക്ക് മുന്നറിവ് ലഭിക്കുന്നു. തന്നെയുമല്ല, നാം മുൻകരുതലുള്ളവരായിരിക്കാനും നമുക്കിടയാകുകയും ചെയ്യും. അധർമ്മികളായ മനുഷ്യരുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ നമുക്ക് നമ്മെ സൂക്ഷിപ്പാൻ ഇടയാകണം. വഞ്ചനയിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു സ്വന്തം സ്ഥിരത ഉണ്ടായിരിക്കണം. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതല്ല സ്ഥിരത എന്ന കാര്യം. പടിപടിയായുള്ള വചന പഠനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആത്മീയ നടത്തിപ്പിനാലും ഒക്കെ നാം പ്രാപിച്ചെടുക്കുന്നതാണ് സ്വന്തമായ ഒരു സ്ഥിരത. ദൈവത്തിൻ്റെ വചനം പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. നോക്കൂ പ്രിയരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും, ഓരോ കാര്യവും വളരെ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഒന്നിനോടൊന്ന് ചേർത്ത് വളർത്തിക്കൊണ്ടുവരുന്നവരാണ് വിശ്വാസത്തിലും പ്രത്യാശയിലും സമ്പന്നത പ്രാപിക്കുന്നത്. ഇവിടെ 7 വിഷയങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 7 വിഷയങ്ങളിൽ 4ാമത് നിൽക്കുന്നതാണ് സ്ഥിരത. ഈ 7 കാര്യങ്ങളും നാം നമ്മുടെ വിശ്വാസത്തോട് കൂട്ടേണ്ടതാണ്. ഇതിൽ നിന്ന് ഒന്ന് അടർത്തി മാറ്റിയാൽ മുഴുവനും തകിടം മറിഞ്ഞു പോകും. സ്ഥിരതയെക്കുറിച്ച് അതുകൊണ്ട് വളരെയേറെ പ്രാധാന്യത്തോടെ അപ്പോസ്തലൻ ഉപദേശിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ്. നാം നമ്മുടെ സ്ഥിരത സൂക്ഷിക്കണം, അല്ലെങ്കിൽ വീണുപോകും. അന്യന്റെ തീരുമാനമോ നിർബന്ധമോ പ്രോത്സാഹനമോ പുകഴ്ത്തലുകളോ ഒന്നും പ്രിയരെ നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയെയും മറിച്ചു കളയുവാൻ ഇടയാകാത്ത ഒരു സ്ഥിരത സ്വന്തമായി നാം നേടിയെടുക്കുക. നാം നമ്മുടെ വിശ്വാസം സംബന്ധിച്ച് സ്ഥിരതയുള്ളവരായിരിക്കണമെന്നാണ് വചനം പറയുന്നത്. നാം നമ്മുടെ പ്രത്യാശ സംബന്ധിച്ചും സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ 2 വിഷയത്തിലും, വിശ്വാസം നിമിത്തവും പ്രത്യാശ നിമിത്തവും സ്ഥിരത കൈവരിക്കണം. ഈ 2 വിഷയത്തിലും നമ്മുടെ സ്ഥിരത ഇന്ന് എപ്രകാരമുള്ളത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അത് പരിശോധിച്ചറിയണം. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, സ്വന്തം സ്ഥിരത വിട്ടുകളയരുത് എന്ന മുന്നറിയിപ്പ് കൈക്കൊള്ളുക. നാം മറ്റുള്ളവന്റെ വിശ്വാസത്തിലോ പ്രത്യാശയിലോ അല്ല ആത്മീയ ജീവിതത്തിൽ നിൽക്കേണ്ടത്. വിശ്വാസത്തിലും പ്രത്യാശയിലും നമുക്ക് സ്വന്തമായ ഒരു നിൽപ്പ് ആവശ്യമാണ്. അവൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അവൻ പ്രത്യാശിക്കുന്നതുകൊണ്ട് ഞാനും പ്രത്യാശിക്കുന്നു എന്നുള്ളത് ഒരു അപകടകരമായ വസ്തുതയാണ്. നമുക്ക് സ്വയമായി ഒരു നിലയും കർത്താവ് നമുക്ക് പകർന്നു തന്ന ഒരു ലക്ഷ്യവും നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് സ്ഥിരത, സ്വന്തമായുള്ള സ്ഥിരത. സ്ഥിരത നമുക്ക് ആരും പകർന്നു തരുന്നതല്ല, നാം സ്വായത്തമാക്കിയെടുക്കുന്നതാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥിരത എങ്ങനെയുള്ളത്? അത് ഉളവാക്കിയെടുക്കുക. ദൈവവചനം വായിച്ചും കേട്ടും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവഭക്തിയിൽ മുതിർന്നു വന്നും സ്വന്തമായ ആത്മീയ അനുഭവങ്ങൾ നേടിയെടുത്ത് ക്രിസ്തുവേശുവിൽ സ്ഥിരതയുള്ളവരായി നിൽക്കുവാൻ താല്പര്യപ്പെടുക. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കുമെന്ന് ബോധ്യമുള്ളവർ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ചോദിക്കുന്നവർ എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കുക, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, സ്വന്തമായ ഒരു സ്ഥിരത ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങൾ ചോദിക്കുന്നു. ആത്മാവിൻ്റെ സഹായവും നടത്തിപ്പും ഞങ്ങൾ ചോദിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഇന്ന് പകൽ ഇപ്രകാരം വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകർന്നാട്ട് അനുഗ്രഹം ചൊരിഞ്ഞാട്ട് ദൈവാത്മാവിനെ നടത്തിപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ മക്കളെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ.
കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞാൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും പകർന്നു അനുഗ്രഹിച്ചാട് കർത്താവെ, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും സാന്നിധ്യത്തിൽ ഭാഗ്യനാട്ടിൽ ശുദ്ധ കണ്ടി പ്രിയരെ ചുംബിക്കുന്നേ വരവിൽ മഹത്വനായി മുഖം കണ്ടിടുമ്പോ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും സാന്നിധ്യത്തിൽ ഭാഗ്യനാട്ടിൽ ശുദ്ധ കാന്തി പ്രിയനെ ചുംബിക്കുന്നേ യഹോവ റാഫ യഹോവ ശമ്മ ഉന്നതൻ നീയേ കൂടിരിക്കുന്നു യഹോവ റാഫ യഹോവ ശാലോ യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു യഹോവ റാഫ യഹോവ ശമ്മ യഹോവ നീസി യഹോവ ഈരേ യഹോവ റാഫ യഹോവ ശമ്മ യഹോവ നീസി യഹോവ ഈരേ ഉള്ളിനായി ചെത്തി വെടിപ്പാക്കി ഫലം കാഴ്ച വളർന്നിടുമ്പോ കുരിശെടുത്തും നിന്നയേറ്റും നിൻ വഴി നടന്നിടട്ടെ സ്വർഗ്ഗകനാൻ ചേരും വരെ കാവലായി നീ മാത്രമേ ലോലിവായി ചെത്തി വെടിപ്പാക്കി ഫലം കാഴ്ച വളർന്നിടുമ്പോ കുരിശെടുത്തും നിന്നയേറ്റും നിൻ വഴി നടന്നിടട്ടെ സ്വർഗ്ഗകനാൻ ചേരും വരെ കാവലായി നീ മാത്രമേ യഹോവ റാഫ യഹോവ ശമ്മ ഉന്നതൻ നീയേ കൂടിരിക്കുന്നു യഹോവ റാഫ യഹോവ ശാലോ യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു യഹോവ റാഫ യഹോവ ശമ്മ